തിങ്കളാഴ്ച നടക്കുന്ന കൊള്ളനൂർ ചന്ത. മെയിൻ ചന്ത എന്നാണ്. കന്നുകളൊക്കെ നല്ലുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കന്നുകളൊക്കെ വേണമെങ്കിൽ മേടിക്കാം. എന്നിട്ട് പോത്തും പയ്യൊന്നും കച്ചവടമായില്ല. കച്ചവടം കണ്ടക്കിട്ടി ചോദിക്കുമ്പോൾ കൊടുക്കുമായിരിക്കും. ഇതെന്തായാലും പറഞ്ഞു ഈ രണ്ട് ബൈക്കിള് കേണ്ട അതിലിങ്ങനെ ഇടുമ്പോഴാണ് ഇവിടെ കൊള്ളനൂര് ചന്തക്ക് ആള് എവിടുന്നൊക്കെ വരൂ അല്ലേ, അറിയപ്പെടില്ല ആൾക്കാർ. ഇതെന്തായാലും പറഞ്ഞു 35, രണ്ടും പാടെ 35,000 ഈ വഴി. 70 ഒരെണ്ണത്തിന് 35, ഒരെണ്ണത്തിന് 35. അപ്പൊ രണ്ടും പാടെ 70. ഞാൻ നിക്കണ അതിലൊക്കെ പെട്ടത് അതാ നമുക്ക് പശു വളർത്താൻ പറ്റണത് നേരാണ്. അതൊക്കെ പെറ്റിട്ടേ ഒന്നും പറയാൻ ഇതൊക്കെ എന്താ പറഞ്ഞ ഈ പോത്തുമുട്ടികൾ ഞാൻ ചോദിച്ചില്ല എന്തിനൊക്കെ 16,000 പറഞ്ഞു. ഇതൊക്കെ 16,000 മേനി. ഇത് 21. വലിയ വില ഒന്നുമില്ല, നിങ്ങൾ പോയി ഓടിച്ചോളി, ചോദിച്ചോളി അല്ലേ. ജന്തുക്കാരായി പോത്തുകൊണ്ടിരിക്കണ പോത്തും കന്നുകളൊക്കെ നല്ലുണ്ട്. വില കൂടുതലാ, വില കുറവാ. പോത്തും എരുമി എല്ലാം ഉണ്ട്, എല്ലാ ജാതിയും ഉണ്ട്. ആ ഇതാ കറുപ്പേട്ടനും ഉണ്ട്. എന്നിട്ട് കാണണമില്ലല്ലോ ഇതിലെ ഇരിയാതിപ്പെട്ട ഞാനുണ്ട്. ഓടിക്ക ഇതൊക്കെ ഒന്ന് കാണട്ടെ, ഇതൊന്നും ആൾക്കാർ കണ്ടോട്ടേന്ന്. ഇന്നത്തെ ചന്തയാണ് കൊള്ളനൂര് ചന്ത. എന്താ അയച്ചങ്ങ് തരുമോ? അയച്ചു തരുമോ? ചിറ്റിപ്പനി അതിനെ ഒഴിവാക്കണം. എന്താ ഒരു തവണ പറഞ്ഞു ചോദിക്കാൻ ഞാൻ ഞങ്ങളുടെ
പറഞ്ഞു കിട്ടാ കറുപ്പട്ട എത്രയൊക്കെ ചോദിച്ചു? ഞാൻ 7 രൂപ. കുറച്ച് ഒഴിഞ്ഞെന്ന് ചോദിച്ചാൽ തല്ലിട്ടാണ് എന്താ നല്ല കുറച്ച് നിൽക്കവിടെ വടിയിട്ട് കുറച്ച് വടിയിട്ട് കുറച്ച് നിങ്ങൾ കൊറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണ്. ഇതുപോലെ ആക്കുക തോട്ടി പോലെ ആക്കുക. നിങ്ങൾ എത്ര കൊടുക്കാറില്ലേ? ഞാൻ പറഞ്ഞു അത് വാങ്ങാ കല്ലുണ്ട. നിങ്ങൾ കൊറേ ആയല്ലോ കോഴി മുടുക്കൊക്കെ എല്ലണ പോലെ പിന്നും ഇങ്ങനെ ചെല്ലണത്. ഇതിന്റെ ഇത് കായൊന്നും വേണ്ട ഞാൻ കൊണ്ടു പിന്നെ കൊണ്ടാത്ത പൊങ്ങളെ വരയ്ക്കണോ? അതൊന്നും വേണ്ട, വെറുതെ ഇട്ടും കായ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ളൂ. പോയി അല്ലേ? കറുപ്പട്ട ഒരു ചായ കുടിച്ചിട്ട് വരിക. ഭയങ്കര വെയിലും കാര്യങ്ങളും. അപ്പൊ ഒരു നൂൽക്കണ്ട് കയറി നിന്നിട്ടാണ് ബീഡിയ പിടിക്കുന്നത്. പോത്തും കന്നുകളൊക്കെ ആ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കൊള്ളനൂർ ചന്ത ഇന്നത്തെ ചന്തയാണ്. തിങ്കളാഴ്ചയാണ് ഇന്ന്. ഒന്നാണ് ശരിക്കുള്ള ചന്ത, കൊള്ളനൂർ ചന്ത, കൊള്ളനൂർ ചന്ത. ഈ നിൽക്കണ നല്ല പോത്തുമുട്ടികൾ, നല്ല പോത്തുമുട്ടികളെ നിൽക്കണം. 16,000 റുപ്യാണ് വില പറയണത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. നല്ല വളർത്തു പോത്തുമുട്ടികളാണ്. ശാലി നടക്കുകയുണ്ടായി കൂടെ. അല്ല എന്താ വേണ്ടേ പറഞ്ഞോട് ഇങ്ങോട്ട് വായോ. 26 നൂറ്റിലാണ് ആ തടത്തിന്റെ അടിയിൽ പറയും. ആ കൊടുക്കട്ടെ വരയ്ക്ക് കൊടുക്ക് ആ കൊടുക്കട്ടെ വരയ്ക്ക്. എന്താണ് പിടിച്ചു വലിക്കുന്നത്? മുതൽ പഠിക്കാതെ എന്റെ വല്യമ്മയാണ് അമ്മ വന്നിട്ടുണ്ട്. എന്നാ ഈ പൈസ കൊടുക്കാറുണ്ട്. എന്നാ ഓലോട് വിളിച്ചോ. വിളിക്ക്. നല്ല മടിച്ചേലുള്ള വയ്യാണ്. മടിത്തട്ടുണ്ടാ? മടിയുള്ള പയ്യ. അതെ, 4 മലന്റെ പിടിച്ച് പിന്നാലെ ഓളെ ചെറുപ്പിനെ വിടും. പിന്നെ പയ്യക്ക് മുതലുണ്ടാവൂലേ? എന്താ പാല് അല്ലാത്ത അന്നാ പോയാ കച്ചവടാക്കില്ലേ? അത് കൂട്ടിയാ പോലെ തടുപ്പിന് മാടാളി കെട്ടിണ്ട്. വീട്ടിൽ അത് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. കൊടുത്താളെ പറഞ്ഞിട്ട് അതന്നെ കൊടുത്താ മേടിച്ചില്ലേ? പോട്ടെ അതാ പിന്നെയും പിടിച്ചു വലിയ. അതെ കിട്ടിയില്ല.
എങ്ങനെ പറഞ്ഞോണ്ടാ എന്തോരും ആരും പറഞ്ഞൂടെ അങ്ങനെ ചോദിച്ചിട്ട് തരാത്ത മാതിരി ഒരേകളൊക്കെ ഇട്ടു വീഡിയോ കോളല്ല യൂട്യൂബ് ചാനല യൂട്യൂബ് ചാനലിൽ ഇട്ടു ഇജ്ജ് കൊറേ പിടിയും വഴി വെച്ച് ഇജ്ജ് മേടിക്കാതെ ചെങ്ങായിനെ പിരാന്ത് ഉപയോഗിച്ചിട്ട് പ്രാന്തിൽ പോയി പുറം മേടിക്കടാ ഇജ്ജ് മേടിക്ക് സാലിയ സാലിയ ഞാൻ 9 വിളിക്കാൻ കൊണ്ട് അല്ലടാ കായവട്ടത്തിന് വെച്ച് കായവട്ടത്തിന് അല്ല ഇജ്ജ് കായവട്ടത്തിന് വെച്ച് അവ പൂളോട്ടിന് വെച്ചില്ലേ കായവട്ടം മാത്രമേ ഉള്ളൂ പൂളോട്ടില്ല എന്ത് വില ഉണ്ടെങ്കിൽ 17 മേടിക്കോ 17 ചോദിച്ചാ മേടിക്കോ അയാള് ആ പോത്തൻകുട്ടി അയാള് തലവരല്ലേ കാലിന്തോടെ കച്ചവടം ചെയ്യുന്നുണ്ട് അതെ അതാ 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 ചോദിച്ചോ മഹർസ ചോദിച്ചോ ചോദിച്ചോടി പിടിക്കും പിടിക്ക് പിടിക്ക് ഇക്കറിയില്ല ചോദിച്ചില്ല അത് വേണമെങ്കിൽ വിളിക്കാം ഇന്ന് കറുപ്പേട്ടനക്ക് കച്ചവടം കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിന് നിങ്ങളൊക്കെ എന്തേലുമൊക്കെ ചെയ്ത് കൊടുക്കണം കറുപ്പേട്ടന് ഇന്ന് കച്ചവടം കിട്ടിയില്ല ഇന്ന് പിരാന്ത് പിടിച്ചിട്ട് പോവുകയാണ് പറഞ്ഞു ഞാൻ ഇന്ന് പോവായിരുന്നു ചാടിക്കുള്ള കായ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്താ പെയ്യ കാലത്ത് കന്നിനെ മേടിക്കണ്ടിട്ടാ കാലത്തെ ഇജ്ജ് മേടിച്ചോ നമ്മളിവിടെ ചാനലിലുണ്ട് ഇജ്ജ് മേടിച്ചോ കച്ചവടം ചെയ്തോ ഇജ്ജ് കച്ചവടം ചെയ്തറാ മേടിച്ചാ ചേട്ടേ മേടിച്ചാ പോത്തുംകുട്ടീനെ പിടിച്ചിട്ടുണ്ടാ രണ്ടു കാലത്തെ മേടിച്ചില്ലേ കൊണ്ട മേടിച്ച പിന്നെ കൊണ്ടുപോവുക പിന്നെ അല്ലടാ മേടിച്ച പിന്നെ കൊണ്ടുപോവാ എന്നാ മേം പറയേ ഉള്ളനൊരു ചന്ത ആൾക്കാരിങ്ങനെ അറിയല്ലോ ഇപ്പൊ എന്നും വീടിയേ ഇതൊക്കെ എന്ത് വിലടേ എന്ത് വില പറഞ്ഞേ
सही कहा तो हाँ तेरह के साथ വിലല്ലേ ये मेरे को मन के रकम सर को फजी से पकड़ लगा सुन रहे हैं 50 जी 35,000 आप मुगल ഒരെണ്ണം ഒരെണ്ണം 35,000 റുപ്യ വില പറഞ്ഞു ഈ പിടിച്ചിക്കണ ദാദാ ഈ പിടിച്ചിക്കണത് 35,000 അപ്പൊ രണ്ടും കൂടി 70,000 റുപ്യ അല്ലേ ഇതെന്തായാലും അറിഞ്ഞ് വേണ്ട ഇതേരുമേ അത് വേണ്ട ആ രണ്ട് പോത്തും കുട്ടികള് ഈ നിക്കണ് ഇതിനെത്ര 37 വില പറഞ്ഞു 37 കാണും 37 ഇതിനെ അറിയണേ ആ നാട്ടിൽ തന്നെ ഇതിന്റെ തോന്നൊന്നും കൂടി ഉണ്ട് നിൽക്കണേ അതും കൊടുത്താ വരെ അങ്ങനെ മതി ഏയ് ഒന്നും കിട്ടാ ഒരു കാലൂടെ ഗുളികകളൊക്കെ എടുക്കണല്ലോ എല്ലാം എടുക്കണ്ട് കറപ്പേട്ട കുറെ ഊഞ്ഞാലാടുന്നു 29 കൊടുക്കുന്നുണ്ട് ഇതിന് ആരൊക്കെടില്ല ഇതിനെത്ര വില പറഞ്ഞു ഇതിനിപ്പോ 52 ആ എന്നെ ആ വിട്ടുകൊടുക്ക് വിട്ടുകൊടുക്ക് കൊണ്ടുപോയിക്കോളി ഇസ്മില്ലി ആ ആ സഞ്ച ആ മൂപ്പര് പിന്നാലെ പോരാനാവും കറുപ്പേട്ട ഒന്ന് ചന്തന്ന് ആദ്യമായിട്ടൊന്ന് മേടിച്ചിട്ടുണ്ട് ആ അവിടെ തന്നെ നോട്ടെ മേടിച്ചല്ലേ കറുപ്പേട്ട ഏണ്ണ 5 ഇറച്ചി കൊടുത്തു 150 അതിൽ ബാക്കി 2 നാളെ പോവാല ഈ പോത്തുംകുട്ടി കച്ചവടം ചെയ്തിട്ടാ ഈ പോത്തുംകുട്ടി എടുത്ത് ആൾക്കാരെ നമ്മളൊക്കെ ആ 39 35 വേണമെന്നിട്ട് നിൽക്കുന്നുണ്ട് തിരുമലിയാണ് 31 മേടിച്ച് 31 ആദ്യമായിട്ടപ്പോ ഒരു കച്ചവടം ചെയ്ത് ആരുണ്ടെന്നു പോത്തിട്ട് മേടിച്ചാൽ 7 മുമ്പ് കൊടുത്തൂടെ തിരക്ക് മേടിച്ച് 31 അല്ലേ അല്ല പോത്തുകുട്ടിയാ 31,000 റുപ്യക്ക് മേടിച്ചാ ഇത് പോത്തിട്ട് ഒരു 7 മേടിച്ചാ അല്ല പോത്തുകുട്ടിയാ വണ്ടി വെച്ച് പോയിക്കോളൂ നിങ്ങളുണ്ടല്ലേ ഒന്നതാ കുളിപ്പിക്കുന്നത് യൂട്യൂബ് ഇത് മേടിച്ചാ ആ